ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എവർഗ്രീൻ സ്വാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അപർണ വിവേക്കുമാർ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഇൻ അഡ്വാൻസ്. അപ്പോൾ പറഞ്ഞ പോലെ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. ഒരു താറാവ് റോസ്റ്റ്. നമ്മൾ സ്പെഷ്യൽ അവസരങ്ങൾ, സാധാരണ ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനത്തെ സമയങ്ങളിലല്ലേ താറാവ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ കാണാൻ പോണ താറാവ് റോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ തേങ്ങാപ്പാലിൽ കുരുമുളകൊക്കെ ഇട്ട് നല്ലോണം വരട്ടിയെടുക്കുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള താറാവ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റെസിപ്പി കാണാം. ഞാനിവിടെ നാടൻ താറാവിലാണ് ഡെക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേവ് കൂടുതലാണ്. അപ്പൊ കുക്കറിൽ വേവിച്ചാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പൊ ഒരു 750 ഗ്രാം താറാവ് പീസുകളാക്കിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബാക്കി ഗ്രേവിക്ക് ആവശ്യമുണ്ട് നമുക്ക്. അതുപോലെ 2 പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ താറാവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 7 വിസിലോളാണ് കേട്ടത് താറാവ് വേവിക്കാനായിട്ട്. നല്ല വേവുള്ള താറാവായതുകൊണ്ട് 7-8 വിസിൽ കേൾക്കേണ്ടതായിട്ട് വരും. ഈ സമയത്ത് നമുക്ക് ഗ്രേവി റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കടായി അടുപ്പത്ത് വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് മീഡിയം സൈസ് സവാള 2 അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പൊ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ വേവിക്കാൻ എടുത്തതിന്റെ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. ഇപ്പൊ സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഗ്രേവിക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് മസാലയാണ്. ഞാനിവിടെ മീറ്റ് മസാലയാണ് ഉപയോഗിച്ചേക്കണത്. ഒരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണം മാറണ വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ സവാളയുടെ കൂടെ കിടന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുള്ള ആ താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വന്നേക്കണ കുറച്ച് വെള്ളമുണ്ട്. അപ്പൊ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ 2ാം പാലാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പോളം 2ാം പാലുണ്ട്. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തേക്കണേ. 1ാം പാല് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കും. ഇപ്പൊ 2ാം പാല് ചേർത്ത് കൊടുത്ത് കുറച്ചു നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. പത്ത് മിനിറ്റും കൂടി നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. താറാവ് നന്നായിട്ട് വെന്തുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും വെള്ളത്തിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇനി നമുക്കിത് തുറന്നു വെച്ച് അതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. ഇപ്പൊ കറിയിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ താറാവിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സമയത്താണ് നമ്മള് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി. അപ്പൊ അത് വീട്ടില് പൊടിച്ചെടുത്ത കുരുമുളകാണ്. അപ്പൊ ഇങ്ങനെ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തേക്കണത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്തപ്പോ നന്നായിട്ട് താറാവില് മസാലയൊക്കെ പെരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ. അപ്പൊ 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കണില്ല. അപ്പൊ നല്ല കട്ടിയായിട്ടുള്ള 1ാം പാല് അത് 1 കപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കറിയിൽ നല്ലോണം പിടിക്കാൻ പാകത്തിന്. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തിളപ്പിക്കില്ല. ആ കറി ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതിയാവും. ഇനി കറിയുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടി ചേർന്നോണ്ട് അതിന്റെ നല്ലൊരു ഫ്ലേവർ ഈ കറിക്ക് ഉണ്ടാവും. അതുപോലെ തേങ്ങാപ്പാലില് വേവിച്ചെടുത്തതായതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഗ്രേവിക്ക്. അപ്പൊ എല്ലാരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി താറാവ് റോസ്റ്റ് ആണ്. എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിലൂടെ വീണ്ടും കാണാം.